ഗ്രാമവഴികളുടെ ഒരു യാത്ര. ഇവിടെ കാണാം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഭംഗി. ഇലകൾക്കിടയിൽ പഴുത്ത കശുമാങ്ങകൾ, പ്ലാവിലകളിൽ ഊഞ്ഞാലാടും വെയിൽ. ഈ കാഴ്ചകൾ എൻ്റെ ഗ്രാമത്തിൻ്റെ ജീവൻ. ഗ്രാമവഴികളുടെ ഒരു യാത്ര. ഇവിടെ കാണാം. നമസ്കാരം പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനോജനാർദ്ദനൻ മൂക്കുതല. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SI ആൽബർട്ട് സാർ യൂണിഫോമിനുള്ളിലെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ മണ്ണിനെ സ്നേഹിക്കുന്ന, കൃഷിയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു യഥാർത്ഥ കർഷകനാണ് ഇദ്ദേഹം. ജോലി ചെയ്ത ഓരോ സ്റ്റേഷനിലും തൻ്റെ കൃഷിത്തോട്ടങ്ങൾ ഒരുക്കി വാർത്തകളിൽ ഇടം പിടിച്ച ആൽബർട്ട് സാർ ഇപ്പോൾ മൂക്കുതലയിലെ തൻ്റെ താമസ സ്ഥലത്തും ഒരു കാർഷിക വിപ്ലവം തന്നെ തീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ കൃഷിവിശേഷങ്ങൾ കാണാൻ ചങ്ങരംകുളം സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട SHO KP ബെന്നി സാർ, സഹപ്രവർത്തകരായ ബിജുമോൻ, വിനോദ്, ജിനിഷ എന്നിവർ ആൽബർട്ട് സാറിൻ്റെ കൃഷിയിടം സന്ദർശിക്കുന്ന അപൂർവ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഹൈലൈറ്റ്. യൂണിഫോമിലെ സഹപ്രവർത്തകർ എത്തുന്ന ആ ആവേശകരമായ നിമിഷങ്ങൾ കാണുന്നതിന് മുൻപായി ആൽബർട്ട് സാർ തൻ്റെ തോട്ടത്തിൽ തുടക്കം മുതൽ എങ്ങനെയാണ് ഈ പച്ചപ്പ് ഒരുക്കിയതെന്നും അദ്ദേഹത്തിൻ്റെ ജൈവ കൃഷിരീതികൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കണ്ടുവരാം. യൂണിഫോമിനുള്ളിലെ കടുപ്പക്കാരനായ പോലീസുകാരനല്ല ഇദ്ദേഹം. മണ്ണിനെ പ്രണയിക്കുന്ന, കൃഷിയെ നെഞ്ചിലേറ്റുന്ന ഒരു സാധാരണ കർഷകൻ. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ SI ആൽബർട്ട് സാറാണ് ഈ താരം. ഡ്യൂട്ടി കഴിഞ്ഞ് കിട്ടുന്ന ഓരോ മിനിറ്റും ഒട്ടും പാഴാക്കാതെ അദ്ദേഹം നേരെ ഇറങ്ങുന്നത് തൻ്റെ ഈ പച്ചപ്പിലേക്കാണ്. ജോലി ചെയ്ത ഓരോ സ്റ്റേഷനിലും കൃഷിയുടെ വിത്തിട്ട് വാർത്തകളിൽ ഇടം പിടിച്ച വ്യക്തിത്വമാണ് ഇദ്ദേഹത്തിൻ്റേത്. പ്രമുഖ പത്രങ്ങളിലെല്ലാം ആൽബർട്ട് സാറിൻ്റെ ഈ കാർഷിക വിപ്ലവം ഇതിനോടകം വാർത്തയായിട്ടുണ്ട്. നിലവിൽ മൂക്കുതലയിൽ താമസിക്കുന്ന അദ്ദേഹം തൻ്റെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഇപ്പോൾ 100 മേനി വിളയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വൈകുന്നേരം 6 മണിയോടടുത്ത സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആവേശത്തോടെ തണ്ണിമത്തൻ കൃഷിക്കായി തടമെടുക്കുന്ന തിരക്കിലായിരുന്നു ആൽബർട്ട് സാർ. ഇതിനോടകം നട്ടുപിടിപ്പിച്ച പച്ചക്കറികൾക്ക് നനയും പരിചരണവും എല്ലാം ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷിരീതി എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ കാഴ്ചകൾ കാണാനും കൃഷിയെക്കുറിച്ച് പഠിക്കാനും അടുത്തുള്ള വീട്ടിലെ കുട്ടികളും നാട്ടുകാരും സ്ഥിരമായി ഇവിടെ എത്താറുണ്ട്. സ്വന്തം കൈകൾ കൊണ്ട് മണ്ണറിഞ്ഞ് പണിയെടുക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ പുതിയ തലമുറയ്ക്ക് നൽകുന്നത് വലിയൊരു പാഠമാണ്. തണ്ണിമത്തൻ തൈകൾ നടുന്ന ഈ മനോഹരമായ കാഴ്ചകൾ നമുക്കിനി ഒന്ന് കണ്ടു നോക്കാം. Oh, this village is my pride and joy, a beautiful sight for a girl or boy, with narrow lanes where the shadows play. We can walk along them every day. The coconut trees stand in a line, and whispering breezes feel so fine. See the paddy fields, a lush green sea, a sweet, sweet sight for you and me. This little village, a dream come true, a golden green where good things bloom for you. Oh, this village is my pride and joy, a beautiful sight for a girl or boy, with narrow lanes where the shadows play. We can walk along them every day. The coconut trees stand in a line, and whispering breezes feel so fine. See the paddy fields, a lush green sea, a sweet, sweet sight for you and me. This little village, a dream come true, a golden green where good things bloom for you. ഇതെന്റെ ഗ്രാമം, എൻ്റെ പ്രിയപ്പെട്ട കാഴ്ചകൾ. പച്ചപ്പട്ടു വിരിച്ച പാടങ്ങൾ, നേൽക്കതിരുകൾ, തെളിഞ്ഞ വെള്ളമുള്ള തോടും കാറ്റുമിളം ചൂടും, കശുമാങ്ങകൾ തൂങ്ങുന്ന കൊമ്പുകൾ, മധുരമൂറുമോർമ്മകൾ. വിറകുകെട്ടുമായി പോകും അമ്മാർ എൻ്റെ ഗ്രാമത്തിൻ്റെ ജീവൻ.
ചേലുള്ള പുഞ്ചവയല് മനസ്സിന് കുളിര്, തണ്ണിമത്തൻ തൈകള് നടുന്നു ഞാൻ മെല്ലെ. ഈ കൃഷിരീതി എൻ്റെ ജീവതാളം, മനോഹരമീ കാഴ്ച. മറ്റുള്ളവർ വിശ്രമവേളകൾ വിനോദങ്ങൾക്കായി മാറ്റിവെക്കുമ്പോൾ ആൽബർട്ട് സാർ അത് മണ്ണിൽ പൊന്നു വിളയിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഓരോ വിത്തിടുമ്പോഴും അദ്ദേഹം പുലർത്തുന്ന ആ സൂക്ഷ്മതയും സ്നേഹവുമാണ് ഈ കാണുന്ന പച്ചപ്പിന് പിന്നിൽ. തണ്ണിമത്തൻ കൃഷിക്കായി ശാസ്ത്രീയമായ രീതിയിൽ തടമെടുക്കുന്നതും ഓരോ ചെടിക്കും കൃത്യമായി വെള്ളവും ജൈവവളവും നൽകുന്നതും ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ്. പൂർണ്ണമായും വിഷമില്ലാത്ത പച്ചക്കറികൾ തൻ്റെ കൈകൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണമെന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ട്. ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട SHO KP ബെന്നി സാറും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ബിജുമോൻ, വിനോദ്, ജിനിഷ എന്നിവർ നമ്മുടെ പ്രിയപ്പെട്ട ആൽബർട്ട് സാറിൻ്റെ വീട്ടുമുറ്റത്ത് എത്തുന്ന ആ അപൂർവ നിമിഷങ്ങളാണിത്. യൂണിഫോമിലെ ഔദ്യോഗിക തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു സാധാരണ കർഷകനായി മണ്ണിൽ പണിയെടുക്കുന്ന സഹപ്രവർത്തകനെ അഭിനന്ദിക്കാനും അദ്ദേഹത്തിൻ്റെ കൃഷി വിശേഷങ്ങൾ നേരിൽ കണ്ടറിയാനുമാണ് ഈ ഒരു സന്ദർശനം. യൂണിഫോമിൽ തന്നെ ഔദ്യോഗിക ഗൗരവത്തോടെ അവർ ഇവിടേക്ക് നടന്നു വരുമ്പോൾ നാട്ടുകാർക്കും അതൊരു കൗതുകമായിരുന്നു. ഒരു പോലീസ് റെയ്ഡിൻ്റെ പ്രതീതിയോടെ അവർ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ്റെ കഠിനാധ്വാനം നേരിൽ കണ്ടറിയാൻ വേണ്ടിയുള്ള സന്ദർശനമായിരുന്നു എന്ന് നാട്ടുകാർക്ക് പോലും അറിവില്ലായിരുന്നു. യൂണിഫോമിലെ തിരക്കുകൾക്കിടയിലും മണ്ണിൽ പൊന്നുവിളയിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സഹപ്രവർത്തകർ നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരമാണിത്. അവർ ആവേശത്തോടെ തോട്ടത്തിലേക്ക് നടന്നു കയറുന്ന ഈ നിമിഷങ്ങൾ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും സുപ്രധാനമായ കാഴ്ചയാണ്. ആൽബർട്ട് സാർ അവർക്ക് തൻ്റെ ഓരോ കൃഷിവിശേഷങ്ങളും വിശദീകരിച്ച് നൽകുന്നു. പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ച് സ്വന്തം കൈകൾ കൊണ്ട് അദ്ദേഹം തീർത്ത ഈ പച്ചപ്പിൻ്റെ വസന്തം അവരിൽ അത്ഭുതമുളവാക്കുന്നു. നമസ്കാരം. ഞാൻ ഈ കണ്ണങ്കാവ് പാടത്ത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത തണ്ണിമത്തൻ കൃഷിയാണ്. കൃഷി വിളവെടുക്കാൻ ഇന്ന് എത്തിയിരിക്കുന്നത് എൻ്റെ പഴയ SHO ആയിരുന്നു. അതായത് ഞാൻ കോട്ടക്കൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അന്ന് SI ആണ് SHO. അന്ന് എൻ്റെ SI ആയിരുന്ന ശ്രീ ബെന്നി സാറാണ്. അദ്ദേഹം ഇപ്പോൾ ചങ്ങരംകുളം സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. എൻ്റെ മറ്റ് സഹപ്രവർത്തകർ, പിന്നെ നമ്മുടെ ഈ അയൽവാസികളായ കൃഷി സ്നേഹികളെയും നമ്മുടെ ഈ കൃഷിയിടത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ വിളവെടുപ്പിലേക്ക് കിടക്കാം. സന്ദർശനം മാത്രമല്ല, ഈ സന്ദർഭത്തെ കൂടുതൽ മധുരതരമാക്കാൻ ആവേശകരമായ ഒരു തണ്ണിമത്തൻ വിളവെടുപ്പും ഇന്ന് ഇവിടെ നടന്നു. ആൽബർട്ട് സാറിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായ ആ തണ്ണിമത്തൻ ബെന്നി സാർ തന്നെ പൊട്ടിച്ച് സഹപ്രവർത്തകർക്ക് നൽകുന്നു. യൂണിഫോം പോലും മറന്ന് ആവേശത്തോടെ അവർ തോട്ടത്തിൽ വെച്ച് തന്നെ തണ്ണിമത്തൻ കഴിക്കുന്ന കാഴ്ച ഏതൊരു കർഷകനും അഭിമാനം നൽകുന്ന ഒന്നാണ്. മണ്ണിനെ സ്നേഹിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് സഹപ്രവർത്തകർ നൽകുന്ന ഈ ആദരവും മധുരമായ ഈ ഒത്തുചേരലും പുതിയ തലമുറയ്ക്ക് ഒരു വലിയ സന്ദേശമാണ്.
സന്ദർശനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ തൻ്റെ സഹപ്രവർത്തകനായ ആൽബർട്ട് സാറിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് ഏറെ അഭിമാനത്തോടെയാണ് ചങ്ങരംകുളം SHO ബെന്നി സാർ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ആൽബർട്ടിനെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു 10 വർഷം മുമ്പാണ്. അതായത് 2013 ഞങ്ങൾ ഒരുമിച്ച് കോട്ടയ്ക്കിൽ ഞാനവിടെ SI ആയിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അന്നും ആൽബർട്ടിനൊരു കർഷക ഹൃദയം ഉള്ളിലുണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ഞാനിവിടെ ചങ്ങരകുളത്ത് ട്രാൻസ്ഫറായി വന്നപ്പോൾ ആൽബർട്ടിൻ്റെ കൃഷിത്തോട്ടത്തെക്കുറിച്ച് ഞാൻ ന്യൂസിൽ കണ്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആൽബർട്ടിനോട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. അതിന് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ കോട്ടയ്ക്കുള്ള സമയത്ത് തന്നെ ഞങ്ങൾ ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് വാഴ വയ്ക്കുകയും കൃഷി നടത്തുകയും ചെയ്തിട്ടുണ്ട്. നല്ല വിളവ് കിട്ടിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംരംഭം ആൽബർട്ട് തുടങ്ങിയെന്നറിഞ്ഞത്. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായുള്ളൂ. പക്ഷേ ഈ സംരംഭം അറിഞ്ഞപ്പോൾ കാണണമെന്ന് വളരെ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപ്രകാരം ഞാൻ വന്നു. അപ്പോൾ നല്ലൊരു കൃഷി ആണ് ശരിക്കും ആൽബർട്ടിൻ്റെ ആ തിരക്ക് പിടിച്ച ജോലിക്കിടയിലും ആൽബർട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. കാരണം ആൽബർട്ടിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഡ്യൂട്ടിയാണ്, SSB ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് ധാരാളം സ്റ്റേഷൻ പരിധിയിൽ നിന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ഒട്ടും സമയമില്ലാത്ത ഒരു ഡ്യൂട്ടിയാണുള്ളത്. പക്ഷെ അതിനുള്ളിലും ഇദ്ദേഹം അത് ചെയ്തത് വളരെ നല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്ന ആ ഒരു കർഷക സ്നേഹമാണ്. ഇതിനു മുന്നും അദ്ദേഹം ഒരു ഫിഷിങ്ങിൻ്റെ ഒരു വീഡിയോ എടുത്തിരുന്നു അല്ലേ? അതും നല്ല ഇൻട്രസ്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ കടലടുത്തില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എങ്കിലും ആൽബർട്ടിൻ്റെ നല്ല ഈ പ്രവൃത്തിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോൾ നാട്ടുകാരൻ എന്ന നിലയിൽ എൻ്റെയും ആശംസകൾ. സാർ ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ആൽബർട്ട് സാറിനെ പിന്നെ എപ്പോഴും കാണുന്നതാണ്. എങ്കിലും എൻ്റെ നന്ദി കൂടി ഞാൻ അറിയിക്കുന്നു എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഈ സംരംഭം എവിടെ ചെന്നാലും ഇതുപോലെ തുടരാൻ കഴിയട്ടെ, വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സഹപ്രവർത്തകർക്കിടയിലെ ഈ ഒരു ആത്മബന്ധവും പരസ്പരമുള്ള പ്രോത്സാഹനവും വീഡിയോ കാണുന്ന ഏവർക്കും ഹൃദ്യമായ ഒരു കാഴ്ച തന്നെയാണ്. ജോലി ചെയ്യുന്ന ഇടത്തെല്ലാം പച്ചപ്പിന്റെ വസന്തം തീർക്കുന്ന ആൽബർട്ട് സാറിന് ബെന്നി സാറും സംഘവും എല്ലാവിധ പിന്തുണയും നേർന്നുകൊണ്ടാണ് അവിടെ നിന്നും മടങ്ങിയത്. യൂണിഫോമിനുള്ളിലെ തിരക്കുകൾക്കിടയിലും മണ്ണറിഞ്ഞ് പണിയെടുക്കുന്ന ആൽബർട്ട് സാറിൻ്റെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ബെന്നി സാറും സംഘവും ഈ കൃഷിയിടം സന്ദർശിച്ചതും തണ്ണിമത്തൻ വിളവെടുത്തതുമായ ഈ സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ. ആൽബർട്ട് സാറിനെ പോലെയുള്ള കർഷകരായ ഉദ്യോഗസ്ഥരെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങളുടെ ഓരോ ഷെയറും വലിയ വിലപ്പെട്ടതാണ്. തുടർന്നും ഇതുപോലുള്ള കാർഷിക വിശേഷങ്ങളും വിജ്ഞാനപ്രദമായ വീഡിയോകളും കാണുന്നതിനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ നല്ല വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.
ജനുസ്